മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ യോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രിമാർ ചുമതലയുള്ള ജില്ലകളിലായതിനാൽ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. പദ്ധതി പുരോഗതി, സ്കൂൾ തെരഞ്ഞെടുപ്പ്, സിലബസ്, കേന്ദ്രവുമായുള്ള ആശയവിനിമയം എന്നിവ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ഉപസമിതി റിപ്പോർട്ടിന്റെ അന്തിമ രൂപവും തയ്യാറാക്കും. സുനിഷ അയലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, PM ശ്രീ പദ്ധതിയിൽ ഇതാ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് UDF സർക്കാരിന്റെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ പിന്നീട് ഒരു മലക്കം മറിച്ചിൽ അത് കണ്ടു. അപ്പോൾ ഇന്ന് ചേരുന്ന യോഗം അത് നിർണായകമാണല്ലേ? ഉറപ്പായിട്ടും കീർത്തന, നേരത്തെ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നാലെയാണ് വീണ്ടും ഒരു യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇത് അവസാന യോഗം എന്ന രീതിയിൽ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് വെച്ച് യോഗം ചേരുകയും ചെയ്തത്. മന്ത്രിമാർ അതത് ജില്ലകളിലെ ചുമതലയിലായതിനാൽ ഓൺലൈനായിട്ടായിരിക്കും യോഗം എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയുള്ള പുരോഗതി അടക്കം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായിരിക്കും പ്രധാന അജണ്ടയായി തന്നെ ചർച്ച ചെയ്യുക. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ തെരഞ്ഞെടുപ്പ്, സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ചർച്ചയിൽ വരുമെന്നുള്ളതാണ്. ഇനി കേന്ദ്രത്തോടെ എങ്ങനെയാണ് ആശയവിനിമയം നടത്തേണ്ടത്, ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു അന്തിമ ധാരണ ഇന്നത്തെ ഉപസമിതി യോഗത്തിൽ എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഉപസമിതി ഒരു റിപ്പോർട്ടിന് ഒരു ഏകദേശ രൂപം നൽകുക. ആ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും അത് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഏതായാലും മന്ത്രിസഭ ഉപസമിതിയിൽ തന്നെ കൃത്യമായ ഒരു ഫൈനൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചില മന്ത്രിമാർ ഇപ്പോഴും ഇതിനെ എതിർക്കുന്നൊരു സാഹചര്യമുണ്ട്. ലീഗ് അടക്കം എതിർപ്പുന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഇന്നത്തെ ഈ ഒരു ചർച്ച അത് നിർണായകമാണ്, അല്ലെങ്കിൽ ഈ യോഗം അത് നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പിന്മാറാൻ തയ്യാറല്ല. പിന്മാറാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ പിന്മാറിയില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും പിന്മാറാൻ കഴിയില്ല നിലവിലത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴും ഏത് രീതിയിലാണെന്ന് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശ്രുതി, കീർത്തന. സുനിഷ അയലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.